ഞാൻ വൂളൻ നൂലിനെ കൊണ്ട് ചെയ്തെടുത്ത ഒരു നെക്ക് ഡിസൈനാണിത്. 3 കളർ നൂലുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ നെക്ക് ചെയ്ത് വളരെ എളുപ്പമാണിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഡിസൈൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണമൊക്കെ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ ചാനലിൽ നിന്ന് കാണാം. ഇതെങ്ങനെ ചെയ്യുക എന്നുള്ള വിധം നമുക്ക് നോക്കാം. ഒരു നെക്ക് ഡിസൈൻ തയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട് ഞാൻ ഈ കളറുള്ള നൂലാണ് ആദ്യം എടുത്തത്. അപ്പോൾ ആദ്യം തന്നെ ചെയിനിട്ട് വെച്ചിട്ട് എത്ര ചെയിനാണ് ഇടുന്നതെന്ന് ആ ചെയിനിട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ എത്ര ചെയിനുണ്ട്. അപ്പോൾ ഒരു മീഡിയം ടൈപ്പ്, എപ്പോഴും ഞാൻ മീഡിയം ടൈപ്പ് നെക്കാണ് തയ്ക്കുക. അല്ല നെക്കിനനുസരിച്ചിട്ടുള്ള ചെയിനിട്ട് വയ്ക്കുക. ഒരു 110 ഇപ്പോൾ 110 എണ്ണം ഇട്ടാലും 110 ചെയിനിട്ടാൽ മതി. ഏകദേശം ഒരു മീഡിയം ടൈപ്പ് നെക്ക് തയ്ക്കാനുള്ള ഇതുണ്ടാവും. അത്രയും നീളത്തിൽ ഞാൻ ചെയിനിട്ട് വയ്ക്കുക. അപ്പോൾ 110 ചെയിനുണ്ട്. ഇതിൻ്റെ ഓരോന്നിൻ്റെ മുകളിൽ നിന്നും സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഓരോ ചെയിനിൻ്റെ അകത്തുനിന്ന് സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. 110 ചെയിനിൻ്റെ അകത്തുനിന്ന് സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കണം. അതുമാതിരി ഞാൻ ഇത് ചെയ്തെടുത്തു ഫുള്ളായിട്ട്. അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്ത് ഡബിൾ ക്രോഷ്യ ചെയ്യും. അടുത്ത സ്റ്റെപ്പ് ഡബിൾ ക്രോഷ്യ ആദ്യം 3 ചെയിനിട്ട് പറയേണ്ട ആവശ്യമില്ല. ഡബിൾ ക്രോഷ്യ ചെയ്യും. അടുത്തതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക, 2 ഡബിൾ ക്രോഷ്യ, വീണ്ടും മൂന്നാമത്തേൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്യുക. നാലാമത്തേൻ്റെ മുകളിൽ ചെയിനിൻ്റെ മുകളിൽ എത്തുന്ന സമയത്ത് ഒരു ചെയിനിൻ്റെ മുകളിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തിടുക. 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുത്തു. പിന്നെ വീണ്ടും 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് റൗണ്ടായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്ട്രെയിറ്റായി വളഞ്ഞ് കിട്ടാത്തില്ല. നമുക്ക് റൗണ്ടായിട്ടാണല്ലോ കിട്ടുന്നത്. റൗണ്ടായി കിട്ടിയാലല്ല നെക്കിൻ്റെ ഷേപ്പ് വരും. 3 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്ത് 3 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് നാലാമത്തേൻ്റെ മുകളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കും. ഇനി അടുത്ത ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇതേമാതിരി ചെയ്തെടുക്കണം. അതേമാതിരി ഞാൻ ഫുള്ളായിട്ട് തയ്ച്ചെടുത്ത് ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത്. അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ബോക്സ് ഉണ്ടാക്കുക. 3 ചെയിൻ ഇട്ടിട്ട് ഒരു ഡബിൾ ക്രോഷ്യ ആക്കി കണ്ടോ. പിന്നെ വീണ്ടും ഒരു ചെയിൻ ഇടുക. വീണ്ടും ഒരു ചെയിൻ ഇട്ടിട്ട് ഒരു ഡബിൾ ഇത് ചെയിൻ ഒഴിവാക്കിയിട്ട് അടുത്തതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യും. അതേമാതിരി ബോക്സ് തന്നു. ഇനി അടുത്ത ഒരു ചെയിൻ ഇടുക. വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഒന്ന് ഒഴിവാക്കിയിട്ട് വേണം ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാൻ. അതേമാതിരി വീണ്ടും ഒന്ന് ഒഴിവാക്കുക, ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ടാകുന്നത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഞാനത് അതേമാതിരി ബോക്സ് മാതിരി തയ്ച്ചെടുത്തുകൊണ്ട് ഓരോ സൈഡിൽ 2 സൈഡിൽ. ഇനി അടുത്ത ഈ കളർ ഉള്ള ഞാൻ അവസാനിപ്പിച്ചു ക്ലോസ് ചെയ്ത്.
അടുത്ത വെള്ള കളർ കൊണ്ട് ചെയ്തെടുക്കുക. ലൈറ്റ് വൈറ്റ് കളർ കൊണ്ട്. ഈ ബോക്സിനുള്ളിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നമ്മളെവിടെയാണല്ലോ അവസാനിപ്പിച്ചത് സ്റ്റാർട്ട് ചെയ്യുക. ഒരു സിംഗിൾ ക്രോഷ്യ, 2 ചെയിൻ, പിന്നെ 2 ഡബിൾ ക്രോഷ്യ. ചെയ്തെടുത്ത് ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തിട്ട് 3 ഡബിൾ ക്രോഷ്യ, 2 ചെയിനിട്ട് ഈ അടുത്ത ഈ കിടക്കുന്ന ബോക്സ് ഉണ്ടല്ലോ അത് ഒഴിവാക്കുക. എന്നിട്ട് പിറ്റേത്തെ ബോക്സിൻ്റെ മുകളിൽ ഇതേമാതിരി തന്നെ 3 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അടുത്ത് 2 ചെയിനുണ്ട്. വീണ്ടും ഒന്ന് ഒഴിവാക്കിയിട്ട് അടുത്തതിൻ്റെ മുകളിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇതേമാതിരി വരും. ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇതേമാതിരി ചെയ്തെടുക്കുക. അപ്പോൾ അതേമാതിരി ഇത്രയും തയ്ച്ച സമയത്ത് ഇതേമാതിരി ഉണ്ടാകും കാണാനായിട്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യുക. അവിടെ നിന്ന് ഇവിടെ വരെ നമ്മൾ ഓരോന്ന് കണ്ട 2 ഡബിൾ ക്രോഷ്യ, 2 ചെയിന്, 3 ഡബിൾ ക്രോഷ്യ അങ്ങനെ ചെയ്തെടുത്ത്. ഇനി അടുത്ത ലൈന് ചെയ്യുന്നതിന് അടുത്ത ലൈന് ഇതാ ഈ ഗ്യാപ്പിൽ നിന്ന് വേണം ഈ ചെയിനിട്ട് വെച്ചിട്ടുണ്ട് അവിടെ ചെയ്യാം. അപ്പോൾ അതുവരെ സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കി കൊണ്ടുവരുന്നത്. ഇവിടെ എത്തി. ഈ ചെയിനിൻ്റെ ഉള്ളിൽ നിന്ന് വേണം ചെയ്യാൻ. കണ്ടത് ഇവിടെ ആദ്യം 3 ചെയിൻ ഇട്ടിട്ട് ഒരു ഡബിൾ ക്രോഷ്യ, അപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ. ഇനി ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഡബിൾ ക്രോഷ്യ ചെയ്ത് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് ഒരു ചെയിൻ ഇടുക. ഒരു ചെയിൻ, വീണ്ടും 2 ഡബിൾ ക്രോഷ്യ, ഇതേമാതിരി. അപ്പോൾ 4 ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ ഇട്ടിട്ട് പിന്നെ വീണ്ടും എന്താ ചെയ്യുക വെച്ചാൽ വീണ്ടും ഒരു ചെയിൻ ഇടുക. പിന്നെ ഇവിടെ ഇതേമാതിരി ഇവിടെ തന്നെ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഒരു ചെയിൻ ഇടുക, വീണ്ടും 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. പിന്നെ അത് ചെയിനിടുക, വീണ്ടും ഈ ഗ്യാപ്പിൻ്റെ അകത്ത് 2 ഡബിൾ ക്രോഷ്യ ചെയ്ത് ഇതേമാതിരി ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കാറുണ്ട്. അതേമാതിരി ഞാൻ തയ്ച്ചെടുത്തു. എൻ്റെ അടുത്ത സ്റ്റെപ്പ് ഇതാ 2 സൈഡും തയ്ച്ചെടുത്ത് റൗണ്ട് ഫുള്ളായിട്ട്
ഇതവിടുന്ന് ഈ ചെയിൻ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ അവിടെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അവിടുന്ന് ഒരു 5 ചെയിൻ ഇട്ട് വയ്ക്കുക. 6 ചെയിൻ ഇട്ടത് 6 ചെയിൻ എന്നിട്ട് ഇവിടേക്ക് കൊടുക്കുക. കണ്ട ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സിംഗിൾ ക്രോഷ്യോ കൊടുത്ത് ജോയിൻ്റ് ആക്കുക. ഈ ചെയിനിട്ട് വെച്ച ഗ്യാപ്പ് ഉണ്ടല്ലോ ഇവിടെ അങ്ങനെ ചെയിനിട്ട് വെച്ചിട്ടുണ്ടല്ലോ അവിടേക്ക് കൊടുക്കുക. അപ്പോൾ പിന്നെ വീണ്ടും 6 ചെയിൻ ഇടുക. 6 ചെയിൻ ഇട്ട് ഇവിടെ ഈ ഗ്യാപ്പിൽ സിംഗിൾ ക്രോഷ്യോ കൊടുത്ത് ജോയിൻ്റ് ആക്കുക. ഇതേമാതിരി വന്നു പിന്നെ 6 ചെയിൻ ഇടുക. 6 ചെയിൻ ഇടുക. അതേമാതിരി ഈ റൗണ്ടിൽ ഫുള്ളായിട്ട് ചെയ്തോണ്ട് ഇതുവരെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത വരെ ഇവിടെ വരെ ചെയ്തുകൊണ്ടുവരണം. ഇതേമാതിരി ഉണ്ടാകും തയ്ച്ച് കഴിയുന്നത്. ഇനി അടുത്ത ലൈനിൽ വൈറ്റ് കളഞ്ഞിട്ട് വേറെ കളർ കൊണ്ട് കൊടുക്കുക. ഒഴിവാക്കുക. അത് വേറെ കളർ കൊടുക്കുക. ഈ ഓറഞ്ച് കളറാണ് കൊടുക്കുന്നത്. 2-3 വ്യത്യസ്തമായ കളറുകൾ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയിനിട്ട് എൻഡ് ചെയ്ത് ഇനി ഇതിൻ്റെ നടുക്കിൽ ഇവിടെ കൊടുക്കുക. അല്ലെങ്കിൽ ഇവിടെ കൊടുത്താലും കുഴപ്പമില്ല. ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ഈ നടുക്കിലായിട്ട് കൊടുക്കണേ. മാതിരി തന്നെ 6 ചെയിൻ ഇടുക. 6 ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ നടുക്കിലായിട്ട് മിഡിൽ ഒരു സിംഗിൾ ക്രോഷ്യോ കൊടുത്ത് ജോയിൻ്റ് ആക്കുക. ഇതേമാതിരി പിന്നെ വീണ്ടും 6 ചെയിൻ ഇടുക. ഇവിടെ സിംഗിൾ ക്രോഷ്യോ കൊടുത്ത് ജോയിൻ്റ് ആക്കുക. ഇതേമാതിരി വന്നു പിന്നെ 6 ചെയിൻ ഇടുക. ഇതേമാതിരി വന്നു. ഇനി അടുത്ത ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇതുവരെ ചെയ്തെടുക്കുക. ഇവിടെ ഒരു റൗണ്ടിൽ ഞാൻ ഫുള്ളായിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഓറഞ്ച് കൊണ്ട് തന്നെ ചെയ്തു. ഇനി ഒരു റൗണ്ടും കൂടെ ഓറഞ്ച് കൊണ്ട് തന്നെ ചെയ്തെടുക്കണം. അതിനെ ചെയ്യുക. അതേമാതിരി തന്നെ 6 ചെയിൻ ഇടുക. ചെയിൻ ഇട്ടിട്ട് ഇവിടെ സിംഗിൾ ക്രോഷ്യോ കൊടുക്കുക. അങ്ങനെ ഒരു റൗണ്ടും കൂടെ അതേമാതിരി തന്നെ ചെയ്തെടുക്കുക. ഈ ചെയിൻ ഇട്ടിട്ട് ചെയ്തിട്ടുണ്ട്. ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇതുവരെ ചെയ്തെടുക്കുക. ഇതേമാതിരി 2 റൗണ്ട് ഞാൻ ചെയ്തെടുത്ത് ഫുള്ളായിട്ട്. അടുത്ത ലാസ്റ്റ് റൗണ്ടാണ്. അതും കൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞതിൻ്റെ വർക്ക്.
ഇവിടെ നമ്മളതിൽ സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇനി അടുത്ത എന്താ വെച്ചാൽ ഈ സിംഗിൾ ക്രോഷ്യ 2 ചെയിൻ ഇടുക. അപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ ഡബിൾ ക്രോഷ്യ. പിന്നെ വീണ്ടും 5 ഡബിൾ ക്രോഷ്യ ചെയ്യും ടോട്ടൽ. അപ്പോൾ 2 എണ്ണമായി. ഈ 3 എണ്ണം കൂടെ ചെയ്യണം. മൂന്നാമത്തെ ചെയ്യുന്ന സമയത്ത് മൂന്നാമത്തെ ഡബിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ അവിടെ 2 ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ എടുത്തിട്ട് ഒരു ടോപ്പ് മാതിരി ഉണ്ടാക്കിയെടുക്കണം. എന്താ ഇതേമാതിരി ഒന്നില്ലേ. വീണ്ടും 2 ഡബിൾ ക്രോഷ്യ ചെയ്ത് അതിൻ്റെ മുകളിൽ ടോപ്പ് മാതിരി. ഈ ഒരു കാര്യം അടുത്ത് ഒരു ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ സിംഗിൾ ക്രോഷ്യ കൊടുത്ത് അടുത്ത ചെയിനിൻ്റെ മുകളിൽ സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കുക. ഇതേമാതിരി വരും. അടുത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ചെയിൻ ഇട്ടിട്ട് അടുത്തതിൻ്റെ മുകളിൽ 5 ഡബിൾ ക്രോഷ്യ ഇതേമാതിരി തന്നെ ചെയ്തെടുക്കുക. മൂന്നാമത്തെ ഡബിൾ ക്രോഷ്യ ചെയ്യുന്ന സമയത്ത് 5 എണ്ണമാണല്ലോ ടോട്ടൽ ചെയ്തത്. മൂന്നാമത്തെ ഡബിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ ഇവിടെ അതേമായി 2 ചെയിൻ ഇട്ടിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ വീണ്ടും ഒരു 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇതേമാതിരി കണ്ട. പിന്നെ ഒരു ചെയിനിടുക. ഇത് ചെയിനിട്ടിട്ട് അടുത്തതിൻ്റെ മുകളിൽ സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കുക. പിറ്റേത്തതിൻ്റെ മുകളിൽ ഇതേമാതിരി തന്നെ ചെയ്തെടുക്കുക. അങ്ങനെ ഈ റൗണ്ടിൽ ഫുള്ളായിട്ട് ചെയ്തെടുക്കണം. എന്നാൽ അതിൻ്റെ വർക്ക് കഴിഞ്ഞ് ഈ റൗണ്ട് ഫുള്ളായിട്ട് നമുക്ക് ചെയ്തെടുക്കുക. ഇതുവരെ ചെയ്തെടുത്തത് ഈ റൗണ്ട് ഇതുവരെ ചെയ്തെടുക്കുക. ഞാൻ ചെയ്തെടുത്ത നെക്ക് ഡിസൈനിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞത് ഇതേമാതിരി ഉണ്ടാവാൻ നെക്ക് ഡിസൈൻ കാണാനായിട്ട്.